നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥ കേട്ടാലോ. കഥയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ? ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ എന്ന് ഒറ്റ മൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. മധുരമന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പിറകിൽ നിൽക്കുന്നതായ ഒരനുഭൂതി ചുമ്മാ ഒരു തോന്നലാണ്. അയാൾ എഴുത്തു വായിച്ചു. കവിതയുണ്ട്, തത്വജ്ഞാനമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. എന്തിന്, കേശവൻ നായരുടെ ഹൃദയത്തിൻ്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ? എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു. അയാൾ അത് നാലായി മടക്കി പോക്കറ്റിലിട്ടു. ബാങ്കിൽ നിന്ന് ഇറങ്ങി തെരുവ് വീഥിയിലൂടെ നടന്നു. അപ്പോൾ ഒരു ആലോചന. എഴുത്തു കൊടുത്താൽ സാറാമ്മ വായിച്ച് കളിയാക്കുമോ? അതോ മറുപടി കൊടുക്കുമോ? എങ്കിൽ അവളുടെ മറുപടി എന്തായിരിക്കും? സാറാമ്മയുടെ സ്വഭാവത്തിന് കളിയാക്കലാണ് മുന്നിട്ട് നിൽക്കുക. മുൻപ് നടന്ന ഒരു സംഭവം അയാൾ ഓർത്തു. സാറാമ്മയുമായി രസം പിടിച്ച് വർത്തമാനം പറയുകയായിരുന്നു. തമാശകൾ സ്ത്രീകളെ പറ്റിയായി. സ്ത്രീകൾ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണെന്ന് ഏതോ ഒരു മഹാകവി പാടിയിട്ടുള്ളതായി സാറാമ്മ പറഞ്ഞു. കേശവൻ നായർക്ക് ചിരി വന്നു. സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണ്, അയാൾ പറഞ്ഞു. ഉദാഹരണമായി 7 വിവാഹം ചെയ്ത ഒരു മാന്യൻ്റെ അനുഭവകഥ കേശവൻ നായർ പറയുകയും ചെയ്തു. ആ മാന്യൻ്റെ 7ാമത്തെ ജീവിതകാല സഖി കോണിപ്പടിയിൽ നിന്ന് എന്തോ ആവശ്യം പ്രമാണിച്ച് തലയും കുത്തി കരിങ്കൽ തിണ്ണയിൽ വീണു. അവരെ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് മടങ്ങി വന്ന ഭർത്താവ് ബ്രഹ്മചാരിയായ കൂട്ടുകാരനോട് വിശേഷം പറയുകയായിരുന്നു. അപകടം അത്ര ഭയങ്കരമല്ല, തല പൊട്ടിത്തുറന്നു എന്നാണല്ലോ പറയുന്നത്. അത് ശരിയാണ്. തലച്ചോറ് കാണാമോ? ഹേയ്! 7 സ്ത്രീകളെ അടുത്തറിഞ്ഞ ആ മാന്യൻ നിത്യബ്രഹ്മചാരിയോട് പറയുകയാണ്, തല പൊട്ടിത്തുറന്നാൽ തന്നെ തലച്ചോറ് എവിടെ കാണാനാ? സ്ത്രീയല്ലേ? അതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്നത് കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ്. അത് കേട്ട് സാറാമ്മ അന്ന് ഊറിയൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം അതേപ്പറ്റി ഒന്നും സാറാമ്മ പറഞ്ഞിട്ടില്ല. എങ്കിലും സാറാമ്മയുടെ തലയ്ക്കകത്തും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത് എന്ന സൂചന അവളെ സ്പർശിച്ചു കാണില്ലേ? പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ വായിച്ച് നിലാവെളിച്ചത്തെപ്പറ്റി പറഞ്ഞ് പരിഹസിക്കുമോ? പെണ്ണല്ലേ, അതൊക്കെ മറന്നു കാണും. കേശവൻ നായർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി. കാപ്പി കുടിക്കാൻ മനസ്സ് തോന്നുന്നില്ല. എങ്കിലും അയാൾ ഒരു കപ്പ് കാപ്പിയും കുടിച്ച് ഒരു സിഗരറ്റും പുകച്ച് ഹോട്ടലിൽ വളരെ സമയം ഇരുന്ന് ആലോചിച്ചു. പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ മധുരോദാരമായ മറുപടി കൊടുക്കുമോ? അതോ പരിഹസിക്കുമോ? പ്രേമം എന്ന് പറയുന്നത് സാറാമ്മയെ തീണ്ടിയിട്ടില്ല. ലക്ഷം തവണ കേശവൻ നായർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമത്തിൻ്റെ സെൻറ്റുകുപ്പി പതുക്കെ തുറക്കാൻ ഭാവിക്കുമ്പോൾ അവൾ മൂക്കുപൊത്തും. എന്താണ് ഒരു ദുർവാട, ഈയിടെ നിങ്ങൾ കുളിക്കാറില്ലേ എന്ന ഭാവത്തിലായിരിക്കും അവളുടെ നോട്ടം. അവളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ എന്താ ഒരു വഴി? പ്രേമപരവശനായി അയാൾ താമസ സ്ഥലത്തേക്ക് ചെന്ന് മുകൾ തട്ടിലുള്ള അയാളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ കേശവൻ നായർ അമ്പരന്ന് വഴിയിൽ നിന്ന് പോയി. സാറാമ്മ. അവൾ കേശവൻ നായരുടെ മുറിയിലെ ജനാലയിലൂടെ വളരെ നീണ്ട ഒരു കമ്പിട്ട് മുറിയിൽ നിന്ന് എന്തോ തോണ്ടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ മുഴുകി നിൽക്കുന്നു. കേശവൻ നായർ മുകളിലേക്ക് കയറി ചെല്ലാതെ അത്ഭുതപ്പെട്ട് താഴെ തന്നെ നിന്നു. സാറാമ്മ എന്താണ് മോഷ്ടിക്കാൻ തുടങ്ങുന്നത്? പേഴ്സാണെങ്കിൽ കേശവൻ നായരുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. വല്ല ഷർട്ടോ മുണ്ടോ ആയിരിക്കുമോ? അതോ വല്ല പുസ്തകവുമാണോ? അങ്ങനെയെങ്കിൽ അവൾ വായിക്കാത്തതായി അവിടെ എന്തുണ്ട്? ഇത് വേണ്ടിയിരുന്നില്ല സാറാമ്മേ. ഞാൻ സാറാമ്മയെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തും ഞാൻ തരുമായിരുന്നില്ലേ? തൊണ്ടി സാധനവുമായി അവൾ ഇറങ്ങി വരുമ്പോൾ ശോകഭാവത്തിൽ പറഞ്ഞിട്ട് എഴുത്തെടുത്ത് ദാ നോക്കണം, ഞാൻ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കും. അവൾ വായിച്ചിട്ട് പ്രേമത്തെ അങ്ങനെ കൊലപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് കരയും. അപ്പോൾ കേശവൻ നായർ ആശ്വസിപ്പിക്കും, ഓ സാരമില്ല സാറാമ്മേ, ഒക്കെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഹൃദയത്തോട് യോജിക്കും എന്നൊക്കെ വിഭാവനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഓ ഞാൻ കണ്ടേ, താഴ്ത്തു വന്ന് പമ്മി നിൽക്കുന്നത്. ബാങ്കിൽ ക്ലാർക്കന്മാർക്ക് സന്ധ്യ വരെ ഇന്ന് ജോലി ഉണ്ടായിരുന്നിരിക്കണം. മുകളിൽ നിന്ന് സാറാമ്മയുടെ വക.
ഓ, കേശവൻ നായരുടെ ആത്മാവ് ഞരങ്ങി. അയാൾ കോണിപ്പടി വഴി മുകളിലേക്ക് കയറി ചെന്നു. സാറാമ്മ വിയർത്തു മന്ദഹാസത്തോടെ പറഞ്ഞു, 1 മണിക്കൂറായി ഞാൻ ഈ പാഴ്വേല തുടങ്ങിയിട്ട്. എന്തു ചെയ്തിട്ടും അത് ഈ കമ്പിൻ്റെ അറ്റത്ത് ഉടക്കുന്നില്ല. ഏതായാലും നാളെ ഞാൻ ഒരു കള്ളത്താക്കാൽ ഉണ്ടാക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനില്ലാത്തപ്പോൾ എൻ്റെ മുറി തുറക്കാനാണോ? അവൾ ജനബഹുലമായ റോഡിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി. കേശവൻ നായർ ചോദിച്ചു, അതിരിക്കട്ടെ, ഈ കമ്പിൽ എന്താണ് ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത്? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, സാറാമ്മ ചോദിച്ചു. താഴത്ത് വന്ന് പമ്മി നിന്ന് എന്തൊക്കെയാണെന്ന് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു, കേശവൻ നായർ എന്തു പറയാനാണ്? ഞാൻ വിചാരിച്ചു സാറാമ്മ എന്തോ എടുക്കുകയായിരിക്കും. എന്താണ് കമ്പ് കൊണ്ട് തോണ്ടിയെടുക്കാൻ ഭാവിച്ചത്? ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക. പോസ്റ്റ് ഷിപ്പായി അത് ജനലിൽ കൂടി ഇടുന്നത് ഞാൻ നേരത്തെ കണ്ടു. ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നിടത്തിരുന്ന് ഞാൻ മുഷിഞ്ഞു. എന്നാൽ എന്നെ പതുക്കെ അങ്ങ് സ്നേഹിച്ചൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ കൂട്ടങ്ങൾ എടുത്തിട്ട് പ്രേമലേഖനവും എടുത്ത് ഹൃദയത്തുടിപ്പോടെ സാറാമ്മയ്ക്ക് കൊടുത്തു. കൊടുക്കുമ്പോൾ കേശവൻ നായരുടെ കൈ ലേശം വിറയ്ക്കുകയും ചെയ്തു. സാറാമ്മ എന്തു പറയും? അവൾ പ്രേമലേഖനം വായിച്ചു ചുരുട്ടിക്കൂട്ടി താഴത്തേക്ക് എറിഞ്ഞു. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. കേശവൻ നായർ വീർത്തുപോയി. അയാൾ ഒന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? പെണ്ണിൻ്റെ ഹൃദയകാഠിന്യം. ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു? അയാൾ മുറി തുറന്ന് മാസികയെടുത്ത് സാറാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കോട്ടൂരി ആണിയിൽ കൊണ്ട് ചെന്ന് തൂക്കി. സാറാമ്മ ചൂടുള്ളതും മാധുര്യമേറിയതുമായ എന്തോ ഒന്ന് വിഴുങ്ങിയതുപോലെ ഭാവിച്ച് മാസികയുടെ റാപ്പർ പൊട്ടിച്ച് പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. വിളർച്ച കാണിക്കാതെ കേശവൻ നായർ പ്രേമലേഖനത്തിൻ്റെ കാര്യം അവഗണിച്ച മാതിരി ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് സാറാമ്മ വിശേഷങ്ങൾ? ഇന്ന് ചിറ്റമ്മയുമായി വഴക്കൊന്നും കൂടിയില്ലേ? സാറാമ്മ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ പ്രേമലേഖനക്കാര്യം മറന്ന മട്ടിൽ പറഞ്ഞു, ഓ, ഇനിയിപ്പോൾ അപ്പച്ചനും ചിറ്റമ്മയും കൂടി എന്നോടും വാടക ചോദിക്കുമെന്നാണ് തോന്നുന്നത്. അതുവരെയായോ? കൊള്ളാം. ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്തിട്ട് എന്നിട്ട് സാറാമ്മയെ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ? ഛേ, അതൊന്നുമല്ല. സാറാമ്മയെ അടുക്കള വശത്തെങ്ങാനും മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്താണെന്ന് കൂടി ചിറ്റമ്മയ്ക്കൊരാലോചനയുണ്ട്. അപ്പച്ചനോ? ചിറ്റമ്മ പറയുന്നത് പോലെ എന്നല്ലാതെ അപ്പച്ചന് സ്വന്തമായ അഭിപ്രായം എന്തുണ്ട്? അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു? ചിറ്റമ്മയുടേതോ? അല്ല, അപ്പച്ചൻ്റെ. അന്നൊക്കെ അപ്പച്ചനായിരുന്നു. എൻ്റെ വിചാരം ആണുങ്ങളുടെ തലയ്ക്കകത്ത് നിലവിളിച്ചുമല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ്. കേശവൻ നായർ ശകലമൊന്ന് ഞെട്ടി. അയാൾ ഒന്നും മിണ്ടിയില്ല. ഹമ്പാ, അത് കൊള്ളാമല്ലോ. കേശവൻ നായർ നിലാവിളിച്ച കാര്യം കേട്ടിട്ടില്ലാത്ത മട്ടിൽ കുറെ കഴിഞ്ഞ് ചോദിച്ചു, അപ്പോൾ ഈ കെട്ടിടത്തിന്മേൽ സാറാമ്മയ്ക്കും അവകാശമില്ലേ? എനിക്കെന്ത് അവകാശം? അവൾ പറഞ്ഞു, ചിറ്റമ്മ കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടാണ് ഇതിന്മേലുണ്ടായിരുന്ന കടം തീർത്തത്. കടമെല്ലാം എൻ്റെ അമ്മച്ചിയുടെ സൂക്കേടിനും മരണ അടിയന്തരത്തിനുമായി വരുത്തിവെച്ചതാണെന്ന് അപ്പച്ചൻ പറയുന്നത്. എൻ്റെ പാവപ്പെട്ട അമ്മച്ചി 2 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് BA എങ്കിലും പാസ്സാകാമായിരുന്നു. എങ്കിൽ ജോലി എന്തെങ്കിലും. BA കാരികളും MA കാരികളും ജോലി കിട്ടാത്തവരായി വളരെയുണ്ട്. ഭാരിച്ച കൈക്കൂലി കൊടുക്കണം, കേശവൻ നായർ പറഞ്ഞു. എന്നാലും സാറാമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജോലിയൊന്നും ഇല്ലാത്തതും വലിയ കഷ്ടം തന്നെയാണ്. സാറാമ്മ മാസികയുടെ പേജിൽ നിന്നും കണ്ണുകൾ ഉയർത്തി താഴ്മയോടെ ചോദിച്ചു, ജോലി ചെയ്യുന്ന ആ ബാങ്കിൽ വല്ല ഒഴിവുമുണ്ടോ? ചോട്ടാ ബാങ്കല്ലേ? വേറെ വല്ലയിടത്തും എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക്? കേശവൻ നായർ മുഖമുയർത്തി സാറാമ്മയുടെ തെളിഞ്ഞ മിഴികളിലും തങ്കക്കഴുത്തിലും നോക്കിയിട്ട് ആലോചിച്ചു. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കുക എന്നല്ലാതെ പിന്നെ എന്തൊരു ജോലിയാണ്? സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ടാണ് സ്ത്രീകളെ ഈശ്വരൻ സൃഷ്ടിച്ചത്, അല്ലാതെ ഉദ്യോഗസ്ഥകളായി ഞെളിഞ്ഞ് ചുമ്മാ നടക്കാനല്ലോ. എങ്കിലും കേശവൻ നായർ ഗാഢമായി ചിന്തിച്ചിട്ടെന്ന മാതിരി പറഞ്ഞു, ശ്രമിക്കാം. എന്താ, എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാമോ? അറിയാം. കേശവൻ നായർ ഹൃദയം വീർപ്പിച്ചിട്ട് വിചാരിച്ചു, എൻ്റെ ഹൃദയത്തിലാണ് പെണ്ണെ. നിനക്കായി വലിയൊരു ഒഴിവുണ്ട്. ഇതിന് ശുപാർശയും കൈക്കൂലിയും ഒന്നും ആവശ്യമില്ലല്ലോ. ഹൃദയത്തിൽ തടവിക്കൊണ്ട് കേശവൻ നായർ പറഞ്ഞു, ഒഴിവുണ്ട്. എവിടെ? നാളെ പറയാം. ജോലി? അത് കേശവൻ നായർ മന്ദഹസിച്ചു. ഹമ്പ, പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു അല്ലേ? അതേപ്പറ്റി ഒരക്ഷരം പറയുവാനുമില്ല. ഞാൻ ദിവസവും പെണ്ണുങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്ന ആളാണല്ലോ ശിങ്കേ. ജോലി ഉണ്ടാക്കാം. പുരുഷനായി ജനിച്ചതിൽ കേശവൻ നായർക്ക് വളരെ അന്തസ്സ് തോന്നി. അയാൾ ഇടത് കൈ ഉയർത്തി മേൽചുണ്ട് തടവി. അടുത്ത ഷേവിന് ഒരു ഹാഫ് മീശയെങ്കിലും ഫിറ്റ് ചെയ്യണം. കണ്ണുകൾ മന്ദഹാസത്തോടെ കേശവൻ നായർ പ്രഖ്യാപനം ചെയ്തു, നാളെ തീർച്ച പറയാം. പറഞ്ഞാൽ പോരാ, കിട്ടുമോ? തീർച്ചയായും. എൻ്റെ മനസ്സിന് ഇപ്പോൾ വലിയ ആശ്വാസമായി. അവൾ പ്രേമലേഖനത്തെപ്പറ്റി ഒരക്ഷരം പറയാതെ കമ്പും മാസികയും എടുത്ത് കോണിപ്പടി വഴി മുറ്റത്തേക്ക് ഇറങ്ങി. അവളുടെ മുറിവാതിൽക്കൽ ചെന്ന് കേശവൻ നായരോട് വിളിച്ചു പറഞ്ഞു, മറ്റേ സംഗതി മറക്കരുത്. അയാൾ അനങ്ങിയില്ല.
ചുരുട്ടിക്കൂട്ടി വെളിയിലേക്ക് എറിഞ്ഞ പ്രേമലേഖനത്തെ ഒന്ന് നോക്കാൻ കേശവൻ നായർ ധൈര്യപ്പെട്ടില്ല. അയാൾ ദേഷ്യമടക്കി സുഗന്ധത്തിൽ മുക്കിയ ക്രൂരമായ ചിരിയോടെ ഉറക്കെ പറഞ്ഞു, ഇല്ല. ദാ പെണ്ണെ, നിനക്കായി എൻ്റെ ഹൃദയത്തിൻ്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് കേശവൻ നായർ മുറിയുടെ താക്കോൽ സാറാമ്മയുടെ മടിയിൽ ഇട്ടുവെച്ച് ബാങ്കിലേക്ക് പോയി. വൈകുന്നേരം കേശവൻ നായർ മടങ്ങി വന്നപ്പോൾ സാറാമ്മ താക്കോൽ തിരികെ കൊടുത്തു. അയാൾ തലേ ദിവസത്തെ മാസികയും വാങ്ങി മുകളിൽ കയറി മുറി തുറന്ന് കസേര വലിച്ച് വാതിൽക്കലിട്ട് മാസിക തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഉണ്ടാവാൻ പോകുന്ന വിജയത്തിലുള്ള സന്തോഷം, യുദ്ധം ചെയ്യുന്നതിന് മുൻപ് തന്നെ ജയം. ബുദ്ധിയുള്ള ആൺശിംഗങ്ങൾ ഇങ്ങനെയാണ്. സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരുന്ന ജോലിയുടെ രൂപം കാണുമ്പോൾ അവൾ അയാളെ മാന്തി കീറും. കേശവൻ നായർ ആലോചിച്ച് തന്നെത്താൻ ചിരിച്ചു, ഓർത്തോർത്ത് ചിരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സാറാമ്മ പതുക്കെ പതുക്കെ കയറി വന്നു. ജോലിയെപ്പറ്റി അറിയാൻ സാറാമ്മയ്ക്ക് വളരെ ഉത്കണ്ഠയുണ്ടെന്ന് കേശവൻ നായർക്ക് അറിയാമായിരുന്നെങ്കിലും അയാൾ അതൊന്നും ഭാവിക്കാതെ പതിവ് പോലെ ചോദിച്ചു, എന്തൊക്കെയാണ് സാറാമ്മ വിശേഷങ്ങൾ? ഓ, ഒന്നുമില്ല. സാറാമ്മ പതിവുള്ള മന്ദഹാസം തൂവി. മുറിയിൽ നിന്ന് വലുതും കളവ് പോയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നെ മുഴുവനോടെയല്ലേ തങ്കക്കുടം കട്ടത്, കള്ളിപ്പെണ്ണെ, കേശവൻ നായർ സാത്വിക ഭാവത്തിൽ പറഞ്ഞു. പരിശോധിച്ചില്ല. എന്നാൽ പരിശോധിക്കൂ. കേശവൻ നായർ മിണ്ടിയില്ല. അയാൾ രസം പിടിച്ച് മാസിക വായിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് സാറാമ്മയോട് പറയാൻ പോകുന്ന ഹൃദയത്തിൻ്റെ സുന്ദര സുരഭില രഹസ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. അത് അയാളുടെ ഹൃദയമാകുന്ന വലിയ സെൻറ്റുകുപ്പിക്കകത്തു നിന്നും ഭും എന്ന് വെളിയിൽ ചാടാൻ പോകുന്നു. സുന്ദര സുരഭിലമായ ഹൃദയ രഹസ്യം. സാറാമ്മ ജനൽപ്പടിയിൽ ചാടി നിന്ന് കേശവൻ നായരുടെ നടുവേ വകഞ്ഞ ചുരുളൻ മുടിയിലെ മിനുമിനുപ്പിലും മന്ദം ചലിച്ചുകൊണ്ടിരുന്ന അധരങ്ങളുടെ ചിമപ്പിലും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്ന നെഞ്ചിൻ്റെ വിരിവിലും മാറി മാറി നോക്കിയിട്ട് കേശവൻ നായരോട് പതുക്കെ വളരെ ഭവ്യതയോടെ ചോദിച്ചു, ആ ജോലിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ? പക്ഷേ അത് സാറാമ്മയ്ക്ക് രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറാമ്മ പറഞ്ഞു, ശമ്പളം കുറവായതുകൊണ്ടാണെങ്കിൽ അത് സാരമില്ല, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഇവിടെ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെല്ലാം തോന്നുന്നുണ്ടെന്നറിയാമോ? എന്തെല്ലാമാണ് തോന്നുന്നത്, കേൾക്കട്ടെ? ഓ, എപ്പോഴും തമാശ. ഞാൻ കാര്യമായി പറയുകയാണ്. പെണ്ണായി പിറന്നു പോയതിൽ എന്ത് ജോലിയാണെങ്കിലും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. സാറാമ്മയ്ക്ക് അടുക്കളപ്പണി അറിയാമോ? സാറാമ്മ അത്ഭുതപ്പെട്ടു. എന്തിനാണ്? ചുമ്മാ ഒരു ചോദ്യം. സാറാമ്മ പറഞ്ഞു, എന്നാൽ അറിയാം. അരിയും കൂട്ടാനും വെക്കാൻ അറിയാം, പലഹാരം ഉണ്ടാക്കാൻ അറിയാം, ചായ ഉണ്ടാക്കാൻ അറിയാം, കാപ്പി ഉണ്ടാക്കാൻ അറിയാം, കൊക്കോ ഉണ്ടാക്കാൻ അറിയാം, ഓവൽറ്റീൻ ഉണ്ടാക്കാൻ അറിയാം. ചുരുക്കത്തിൽ നാഴി അരി കൊണ്ടുവന്ന് തന്നാൽ അത് വെച്ച് വിളമ്പി. എന്താ, എന്നെ വല്ല അരിവെപ്പുകാരിയായി നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഛേയ്, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ച. പഠിച്ച പെണ്ണുങ്ങൾക്ക് അടുക്കള സംബന്ധമായ വിദ്യാഭ്യാസം കാണുകയില്ല. കരിയും പുകയും പറ്റാൻ പറ്റിയതല്ല അവരുടെ ദേഹവും വസ്ത്രങ്ങളും. അവർക്ക് ഉടുത്തൊരുങ്ങാനും പൗഡർ ഇടാനും സ്പ്രേ പൂശാനും ചുണ്ട് ചുമപ്പിക്കാനും മുടി ഒരു 165 തരത്തിൽ കെട്ടിവെക്കാനും അറിയാം. കണ്ണാടിയുടെ മുമ്പിൽ അഖണ്ഡ തപസ്സിരിക്കാനും അറിയാം. അങ്ങനെ ഉടുത്തൊരുങ്ങി ഒരു ഡുങ്കുടു സഞ്ചിയോ, ഹാൻഡ് ബാഗ്, ഓ, ആ ഡുങ്കുടു സഞ്ചിയുമായി അങ്ങനെ നടക്കും. ലേഡിയാണവൾ. അത്തരമൊരു ലേഡിയാണോ ബഹുമാന്യയായ സാറാമ്മ എന്നറിയാനാണ് ചോദിച്ചത്. ഓ, ഞാൻ ബഹുമാന്യൊന്നുമല്ല, എനിക്ക് ഡുങ്കുടു തഞ്ചിയുമില്ല. എന്നാലും അതിലെന്തൊക്കെയാണ് സാറാമ്മേ ആ ലേഡികൾ കൊണ്ടു നടക്കുന്നത്? ഒരു നുണുങ്ങ് കണ്ണാടി, ഒരു നുണുങ്ങ് പൗഡർ ഡപ്പി, ഒരു നുണുങ്ങ് ചീപ്പ്. അതിൽ പ്രേമലേഖനങ്ങൾ കാണുമോ? പ്രേമലേഖനങ്ങളോ? അതെ, അവർക്ക് മണിക്കൂർ തോറും കിട്ടുന്നത് അതിൽ സൂക്ഷിക്കുമായിരിക്കും. സന്ധ്യയോടെ അത് നിറയുമ്പോൾ വലിയ പെട്ടിയിലേക്ക് പകർത്തും. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. പ്രേമലേഖനം ഞാനൊന്നും കണ്ടിട്ടുമില്ല. എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണ്? നുണച്ചിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ, കേശവൻ നായർ പറഞ്ഞു. സാറാമ്മയ്ക്കത് ആ ജോലി രസിക്കുകയില്ല. അയ്യോ, രസിക്കും. തീർച്ചയാണോ? 1000 വട്ടം തീർച്ച. എന്നാൽ കേശവൻ നായർ മടിച്ചു. എങ്ങനെ പറയാനാണ്? സാറാമ്മയ്ക്ക് ഇഷ്ടമാവുകയില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമാകും. പക്ഷേ ഈ തീരുമാനത്തിൽ ദുഃഖിക്കേണ്ടി വന്നാലോ? സാറാമ്മ തീർത്തു പറഞ്ഞു. ഇല്ല, എന്ത് ദുഃഖവും എന്ത് ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം. അറിയാമോ ഒരു രഹസ്യം? കേശവൻ നായർ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പാണ് കഴിഞ്ഞ കൊല്ലത്തിൽ ശറപറാന്ന് എനിക്ക് 3 വിവാഹാലോചനകൾ വന്നു. 3 പ്രാവശ്യവും ഞാൻ സന്തോഷിച്ചു. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുകളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിലെ സുഖമോർത്തല്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമല്ലോ എന്ന് കരുതി. എന്നാൽ 3ഉം തകർന്നു പോയി. സ്ത്രീധനം കൊടുക്കാതെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എന്നെ ആരും കെട്ടിക്കൊണ്ടു പോവുകയില്ല. അത് എൻ്റെ കുറ്റം കൊണ്ടാണെന്നാണ് ചിറ്റമ്മയും അപ്പച്ചനും പറയുന്നത്.
തൊട്ടതിനൊക്കെ എനിക്കാണ് കുറ്റം. ഈ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ അതിന് കുറ്റം എനിക്കാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് വളരെ സ്ഥലങ്ങൾ ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് മാത്രം ഒരിടത്തും ഒഴിവില്ല. ഒഴിവുണ്ട്. എവിടെ? പറയാം. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്? പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി. മനസ്സിലായില്ല? അതെ, ഇപ്പോൾ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ട് പോകുന്നു എന്നിരിക്കട്ടെ. ശരി, ഞാൻ തന്നെ. ഓ, എന്നെ അങ്ങ് കെട്ടിക്കൊണ്ട് പോയാൽ പിന്നെ എൻ്റെ തീറ്റ ചെലവിനും ഉടുപ്പ് കെട്ടിനും തേയും കുളിയും പൗഡറിനും സ്പ്രേക്കും സെൻറ്റ് കുപ്പിക്കും പേരും പിറപ്പിനും എൻ്റെ ചാവടിയന്ത്രത്തിനും പണം വേണ്ടേ? അത് ഞാൻ നേരത്തെ തന്നാലേ എന്നെ കെട്ടിക്കൊണ്ട് പോകൂ. അത് സാറാമ്മയെ ആരും സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കും. സാറാമ്മയിൽ വല്ലവരും പ്രേമം. ഓ, എന്നാലും സ്ത്രീധനം കൊടുക്കണം. പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജാതി മര്യാദയാണ്. കേശവൻ നായർക്ക് സ്ത്രീധന ഏർപ്പാടിനോട് വളരെ സന്തോഷം തോന്നി. സ്റ്റൈലൻ ഏർപ്പാട്. അങ്ങനെ ഒരു ഏർപ്പാടില്ലായിരുന്നെങ്കിൽ ഈശ്വരാ, സാറാമ്മ പറഞ്ഞു. സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ കഠിനമായി വെറുക്കുന്നു. കേശവൻ നായർ പറഞ്ഞു. സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്തിന്? പറയാം. ഈ സ്ത്രീധന ഏർപ്പാട് നമ്പൂതിരി സമുദായത്തിലുമുണ്ട്. സാറാമ്മ പറഞ്ഞു. മുസ്ലിം സമുദായത്തിലുമുണ്ട്. കേശവൻ നായർ പറഞ്ഞു. സ്ത്രീധനം കൊടുക്കാൻ വിഷമിക്കുന്നവർ സ്ത്രീധനം കൂടാതെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ വിവാഹം ചെയ്യണം. കൊള്ളാമല്ലോ, നല്ല പുതുമ. അതെ, നായർ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനി നായരെയും മുസൽമാനെയും മുസൽമാൻ നായരെയും നമ്പൂതിരിയെയും ഈഴവനെയും ക്രിസ്ത്യാനിയെയും. ഇടയ്ക്ക് ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ. ഒന്നല്ല 100 ചോദ്യങ്ങൾ ചോദിക്കൂ. സന്തോഷത്തോടെ ദിസ് കേശവൻ നായർ ഉത്തരം പറയും. എന്നാലേ എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണെന്ന് പറയാമോ? ഓ, പക്ഷെ സാറാമ്മ അത് നിരസിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല. എന്നാൽ അത് കേശവൻ നായർ തൻ്റെ സുന്ദര സുരഭില രഹസ്യം ഹൃദയമാകുന്ന വലിയ സെൻറ്റുകുപ്പിയുടെ അടപ്പ് ടപ്പേന്ന് ഊരി ഹൃദയത്തിൻ്റെ പുറത്തേക്ക് വിട്ടു. സാറാമ്മയെ ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഢമായി തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലി. ജോലി കൊള്ളാമല്ലോ. സാറാമ്മ അല്പമൊന്ന് ഞെട്ടി. ഒരു നിമിഷം നേരത്തേക്ക് മാത്രം. എന്തെന്നാൽ പെട്ടെന്ന് അവളുടെ മുഖത്ത് രക്തപ്രസാദം വന്നു. കണ്ണുകൾ അർത്ഥനിമീലിതങ്ങളായി. തന്നെയുമല്ല, മനോജ്ഞമായി മന്ദഹസിച്ചുകൊണ്ട് ശാന്തമോഹനിയായി അവൾ നിന്നു. മായാമോഹിനി. കേശവൻ നായരുടെ ഹൃദയത്തിൻ്റെ അണക്കെട്ട് പൊട്ടിപ്പോയി. അയാൾ പറഞ്ഞു. ഞാൻ വളരെ കാലമായി സാറാമ്മയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ, എൻ്റെ ഹൃദയത്തേക്കാൾ, എൻ്റെ ജീവനേക്കാൾ, എൻ്റെ നാടിനേക്കാൾ. അവൾ ചിരിച്ചു. കവിളുകൾ ഒരു പുതുനിറം വന്നു. കണ്ണുകൾ കുറച്ചുകൂടി പ്രകാശമാനമായി. കേശവൻ നായർ ചോദിച്ചു. സാറാമ്മേ, ജോലിയെപ്പറ്റി എന്തു പറയുന്നു? സാറാമ്മ മന്ദഹാസത്തോടെ പതുക്കെ, വളരെ പതുക്കെ പറഞ്ഞു. ജോലി തരക്കേടില്ല. ശമ്പളം എന്ത് നിശ്ചയിച്ചു? ശമ്പളം? ഓ, വഴക്കിടാനാണല്ലേ ഭാവം. യുദ്ധം തരക്കേടില്ല. വേറെ യോദ്ധാക്കളുടെ ചുടുനിണമാണ് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം, പൊരുതുക തന്നെ. വിജയം അല്ലെങ്കിൽ മരണം. ഇൻകുലാബ് സിന്ദാബാദ്. സഗൗരവം കേശവൻ നായർ ചോദിച്ചു. ശമ്പളം എന്തു വേണം? തന്നെ നിശ്ചയിക്കൂ. ഗാഢമായ ചിന്തയുടെ ഫലമായി കേശവൻ നായർ നിശ്ചയിച്ചു 20 രൂപ. സാറാമ്മ പറഞ്ഞു. ഇത് വളരെ കുറവ്. പക്ഷേ ഇതിൽ ഒരു ദമ്പടി കൂട്ടിത്തരാൻ നിവർത്തിയില്ല. ചെറിയ ബാങ്ക്, ചെറിയ ശമ്പളം. മനസ്സിലായോ? ഞാൻ 9 മണിക്കൂർ വീതം 30 ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നതിൽ സാറാമ്മയുടെ അപ്പച്ചനും മുറിവാടകയ്ക്കും ഹോട്ടൽക്കാരന് ശാപ്പാടിനും ഡോബിക്കും മുണ്ടലക്കുന്നതിനും എന്തിന് കണ്ടതിനും കടിയതിനുമൊക്കെയായി വളരെ അരിഷ്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പട്ടിണി കിടന്നാൽ ലാഭിക്കാൻ കഴിയുന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സാറാമ്മയ്ക്ക് ജോലിയിൽ വല്ല ക്ലേശവുമുണ്ടോ? ചുമ്മാ അങ്ങി ഇരുന്നും കിടന്ന് നടന്നുമൊക്കെ സ്നേഹിച്ചാൽ പോരെ? ആലോചിച്ച് നോക്കണം. സാറാമ്മ പറഞ്ഞു. ജോലി വളരെ കടുപ്പമുള്ളതാണ്. ഭവാന് 24 മണിക്കൂറിൽ 9 മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ. 15 മണിക്കൂറും തനി വിശ്രമമല്ലേ? എൻ്റെ ജോലിയോ ഒരു നിമിഷം പോലും വിശ്രമമുള്ളതല്ല. രാവും പകലും ഊണിലും ഉറക്കത്തിലും കേശവൻ നായരെ പറ്റി ഓർക്കണം വേണ്ടേ? കേശവൻ നായർ കരയുമ്പോൾ ഞാനും കരയണം, ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കണം, ഉണ്ണുമ്പോൾ ഞാൻ ഉണ്ണാതിരിക്കണം, ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന് കേശവൻ നായരെ സ്നേഹിക്കണം. വളരെ കൈപ്പുള്ള കഷായം കുടിച്ചതുപോലെ സാറാമ്മ കേശവൻ നായരെ നോക്കി. എന്നിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ജോലി സ്ഥിരമോ ടെമ്പററിയോ? കേശവൻ നായർ തീർത്തു പറഞ്ഞു. സ്ഥിരം, ശാശ്വതം, അനന്തം. സാറാമ്മയ്ക്ക് പെരുത്ത് സമാധാനമായി. ഓ, നല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഡിമ്മായാലും എനിക്ക് ജോലി ഉണ്ടല്ലോ. അതായത് ഭവാൻ ചത്തുപോയാലും എനിക്ക് ജോലി ഉണ്ടല്ലോ. സംശയരഹിതമായും. ഞാൻ സുന്ദരമായി പരലോകം പോകിയാലും സാറാമ്മ എന്നെ
മധുരസുന്ദരമായി തന്നെ സ്നേഹിക്കണം. സാറാമ്മയ്ക്ക് ഒരു സംശയം. താങ്കൾ മരിച്ച് മണ്ണടിഞ്ഞാൽ പിന്നെ ശമ്പളം ആര് തരും? കേശവൻ നായർ മിണ്ടിയില്ല. എന്തു പറയാനാണ്? കേശവൻ നായരുടെ നിശബ്ദത സാറാമ്മയെ ചിരിപ്പിച്ചു. അവൾ പരിഹാസത്തോടെ പറഞ്ഞു, തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും ഈ ജോലിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവിടുത്തെ മരണശേഷം എനിക്ക് ശമ്പളം ആരാണ് തരുന്നത്? എന്താണ് പറയുക? കേശവൻ നായർ കഠിനമായി ചിന്തിച്ചു. ഒടുവിൽ ഒരു പോംവഴി തോന്നി. അയാൾ മന്ദഹസിച്ചു. നമുക്ക് മരണം ഒരുമിച്ചാക്കി കളഞ്ഞാലോ? ഓഹോ, സ്വാർത്ഥതയുടെ നഗ്ന പ്രകടനം. കേശവൻ നായർ മരിക്കുമ്പോൾ ഞാനും മരിച്ചു കൊള്ളണമല്ലേ? സാറാമ്മ എന്നെ പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല. കാര്യം പറയുന്നത് പരിഹാസമാണോ? ഓ, സ്ത്രീയല്ലേ, തല പൊട്ടിത്തുറന്നാലും തലച്ചോറ് എവിടെ കാണാനാ? സ്ത്രീകളുടെ തലയ്ക്കകത്ത് വേറെ നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത്. ക്ഷമിക്കണം സാറാമ്മേ, എനിക്ക് സാറാമ്മയോളം ബുദ്ധിയും അറിവും സൗന്ദര്യവും ഒന്നുമില്ല. ഇപ്പോൾ പഞ്ചപാവമായ എന്നെയാണ് പരിഹസിക്കുന്നത്. ഞാൻ എൻ്റെ സാറാമ്മയെ ഒരിക്കലും പരിഹസിക്കുകയില്ല. ഓ, പരിഹസിച്ചോളൂ. കേശവൻ നായരുടെ ഏതോ ഒരു ഞരമ്പ് പൊട്ടി. ഞാൻ എൻ്റെ പ്രാണനാഥിയെ പരിഹസിക്കുമോ? ഞാൻ എൻ്റെ ജീവിതേശ്വരിയെ പരിഹസിക്കുമോ? ഞാൻ എൻ്റെ ഹൃദയത്തെ പരിഹസിക്കുമോ? ഞാൻ എൻ്റെ ആത്മാവിനെ പരിഹസിക്കുമോ? ഞാൻ എൻ്റെ ദേവിയെ പരിഹസിക്കുമോ? ഞാൻ എൻ്റെ സാറാമ്മ ഇടയ്ക്ക് കയറി. ഒരു ശകലം നിർത്തണേ, ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കാം, ആജ്ഞാപിക്കാം. ഞാൻ പ്രാണനാഥയാണോ? അതെ. എന്ന് മുതൽ? പണ്ട് മുതൽ. എന്തുമാത്രം പണ്ട്? കുറേ അധികം പണ്ട് മുതൽ. പിന്നെ ഈ വിശേഷം ഇത്ര നാളായിട്ടും പറയാതിരുന്നതെന്ത്? ഞാൻ പറഞ്ഞില്ലേ, ദിവസവും ഓർക്കും. ദിവസവും ഞാൻ സാറാമ്മയ്ക്ക് പ്രേമലേഖനം എഴുതും. എന്നിട്ട് കീറിക്കളയും. അങ്ങനെയാണല്ലേ? അതെ. ചുരുക്കത്തിൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ പ്രാണനാഥയാണ്. അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും അല്ലേ? കേശവൻ നായർ ആവേശഭരിതനായി. എന്ത് പറഞ്ഞാലും കേൾക്കും. വല്ലവരെയും കൊല്ലണോ? കൊല്ലാം. സമുദ്രങ്ങൾ നീന്തി കടക്കണോ? കടക്കാം. പർവ്വതങ്ങളെടുത്ത് അമ്മാനമാടാം. സാറാമ്മയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അവൾ പറഞ്ഞു. തൽക്കാലം മരിച്ചു കാണിക്കണമെന്നില്ല. ഇപ്പോൾ ഒന്ന് തലകുത്തി നിൽക്കൂ, കാണട്ടെ. സത്യമായിട്ടും തലകുത്തി നിൽക്കണോ? ഓ, സത്യമായിട്ടും എന്ന് ഇടയ്ക്ക് ഒരു വാക്കുണ്ടല്ലേ? ഇല്ല. കേശവൻ നായർ സന്തോഷത്തോടെ എഴുന്നേറ്റു. ശീർഷാസനം മാത്രം മതിയോ? മയൂരാസനം വേണമെങ്കിലും കാണിക്കാം. തൽക്കാലം ശീർഷാസനം മതി. റൈറ്റ്, ദാ പിടിച്ചു. അയാൾ ഷർട്ട് ഊരി കസാലയിൽ വച്ചു. അതിനുശേഷം മുണ്ട് മടക്കി കുത്തി, താറുപാച്ചി, തിണ്ണയിൽ തലയും കുത്തി, കാലുകൾ മുകളിലാക്കി വടി പോലെ നിന്നു. അവൾ പാദാതി കേശം ആനന്ദത്തോടെ നോക്കി. എന്നിട്ട് അഭിപ്രായപ്പെട്ടു. ഫേഷ് സ്റ്റൈലഗ്രാം. കേശവൻ നായർ നിന്നപടി ചോദിച്ചു, സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സാറാമ്മ മിണ്ടിയില്ല. കേശവൻ നായർ വീണ്ടും ചോദിച്ചു, സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? സാറാമ്മ ഒച്ചയുണ്ടാക്കാതെ സൂത്രത്തിൽ കോവണിപ്പടിയിറങ്ങി. താഴ്ച ചെന്ന് വിളിച്ചു പറഞ്ഞു, മധുരസുന്ദരമായി? നാളെ പറയാം. സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? കേശവൻ നായർ പിറ്റേ ദിവസം ചോദിച്ചു. സാറാമ്മ പറഞ്ഞു, മധുരസുന്ദരമായി, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചില്ല. അയാൾ പ്രഖ്യാപനം ചെയ്തു, ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? വളരെ നല്ല അഭിപ്രായം. എന്നിട്ട് ആരെങ്കിലും ഒരു വിലാപകാവ്യം എഴുതിയിടട്ടെ. മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്ത പ്രേമതാപസൻ. കേശവൻ നായർ മിണ്ടിയില്ല. സാറാമ്മ ചോദിച്ചു, അപ്പോൾ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ തീർച്ചയാക്കി? അതെ. ആ മംഗളകർമ്മം എന്നാണ്? കേശവൻ നായർ മിണ്ടിയില്ല. സാറാമ്മ ചോദിച്ചു, മധുരസുന്ദരമായ ആത്മഹത്യ ഏതു വിധത്തിലാണ്? ഞാൻ അതേപ്പറ്റി ഒരു തീരുമാനത്തിലെത്തിയില്ല, ആലോചിക്കുന്നു. സാറാമ്മ ഉപദേശിച്ചു, റെയിൽ പാളത്തിൽ തലവെച്ച് മരിക്കാം, അല്ലെങ്കിൽ ഒരു പൂമരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാകാം. ഇതിലേതാണ് സ്വീകരിക്കാൻ പോകുന്നത്? കേശവൻ നായർ മിണ്ടിയില്ല. ക്രൂരഹൃദയം. പെണ്ണിൻ്റെ ഡബിൾ ക്രൂരഹൃദയം. സാറാമ്മ വീണ്ടും ഉപദേശിച്ചു, വേറൊരു വഴിയുണ്ട്. ആരും അറിയുകയുമില്ല. ഒരു ചെറുവഞ്ചിയിൽ ഒരു വലിയ കരിങ്കൽ കഷ്ണവും ഒരു കയറുമായി സന്ധ്യയ്ക്ക് പാത്ത് പതുങ്ങി തുഴഞ്ഞു നടുക്കായൽ പോകണം. എന്നിട്ട് കയറിൻ്റെ ഒരു തുമ്പ് കല്ലിന്മേൽ കെട്ടണം. മറ്റേ തുമ്പിൽ ഒരു സുന്ദരൻ കുരുക്കുണ്ടാക്കി കഴുത്തിലും. എന്നിട്ട് സുന്ദരമായി ഞാൻ ചത്തേ എന്നുള്ള അലർച്ചയോടെ വഞ്ചി സൂത്രത്തിൽ ചവിട്ടി മുക്കണം. പെണ്ണിൻ്റെ 1000 ഡബിൾ ക്രൂരഹൃദയം. കേശവൻ നായർ പറഞ്ഞു, ഞാൻ വേറൊരു വഴി കണ്ടുപിടിച്ചു. ഇവിടെ കെട്ടിത്തൂങ്ങി ചാവും. ചത്തു തൂങ്ങി കിടക്കുമ്പോൾ കാലിൽ വലിയൊരു കടലാസ് എഴുതി തൂക്കിയിട്ടിരിക്കും.
ലോകമേ, എൻ്റെ മരണവും ക്രൂരഹൃദയയായ സാറാമ്മയുമായി യാതൊരു ബന്ധവുമില്ല. സാറാമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും സാറാമ്മ എന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതും ശരിയാണ്. ഞാൻ കൊടുത്ത മധുരസുന്ദരമായ പ്രേമലേഖനം കഠിനതയോടെ ചുരുട്ടിക്കൂട്ടി അവൾ എറിഞ്ഞതും ശരിയാണ്. എന്നാലും എൻ്റെ മരണവും കഠിനഹൃദയയായ സാറാമ്മയുമായി ലോകമേ യാതൊരു ബന്ധവുമില്ല എന്ന് സാറാമ്മയ്ക്ക് വേണ്ടി ചത്ത കേശവൻ നായർ എന്ന പാവത്താൻ ഒപ്പ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, തീരെയില്ല, സാറാമ്മ പറഞ്ഞു. പ്രേമലേഖനം ഞാൻ എടുത്തുകൊണ്ടുപോയി ഉമിക്കരി പൊതിഞ്ഞു. എൻ്റെ ഹൃദയരക്തത്തിൽ എഴുതിയ പ്രേമലേഖനത്തിലോ? അതെ, സ്ത്രീ ഹൃദയത്തിൻ്റെ തനി വജ്രകാഠിന്യം. കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാനാണ്? ലക്കും തിട്ടവുമില്ലാതെ കുറേ അധിക ദിവസം അങ്ങനെ കടന്നുപോയി. അയാൾ ആരോടും ഒന്നും സംസാരിക്കാതെയും ആരെയും ഒന്നും നോക്കാതെയും മുഖവും വീർപ്പിച്ച് അങ്ങനെ നടക്കും. സ്ത്രീകളെ അയാൾക്ക് കണ്ടുകൂടാ. ബ്ലഡി ഫൂൾസ്, കഠിന ഹൃദയകൾ. സാറാമ്മയും ഒരു ബ്ലഡി ഫൂളാണ്. കഠിന ഹൃദയയാണ്. കേശവൻ നായരും ഒരു ബ്ലഡി ഫൂളാണ്. കഠിന ഹൃദയനല്ല. ലോകത്തിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും ഓരോ ബ്ലഡി ഫൂളുകളാണ്. അങ്ങനെ കേശവൻ നായരുടെ അഭിപ്രായം ഉറച്ചു വരവെ ഒരു സായാഹ്നത്തിൽ സാറാമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് കേശവൻ നായരുടെ മുമ്പിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ വളരെ വിനയത്തോടെ കൈനീട്ടി. കേശവൻ നായർക്ക് ഒന്നും മനസ്സിലായില്ല. സാറാമ്മ വണക്കത്തോടെ ചോദിച്ചു, എൻ്റെ ശമ്പളം? എന്തിൻ്റെ ശമ്പളം? കേശവൻ നായരുടെ തലയ്ക്കുള്ളിൽ ഒന്നും കടന്നു ചെന്നില്ല. അയാളുടെ നില കണ്ട് സാറാമ്മ പറഞ്ഞു. പറഞ്ഞത് വാഗ്ദാനത്തിന് ലംഘനം വരുത്തി അവളെ വളരെ അപമാനിച്ച മട്ടിലും. ഓ, ഒടുവിൽ ഇങ്ങനെയുമായല്ലേ? എല്ലാം ഞാൻ അനുഭവിക്കേണ്ടവളാ. എൻ്റെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണെന്ന് പ്രപഞ്ചം പറയുന്നത് വെറുതെയാണോ? 10-30 ദിവസമായിട്ട് ഞാൻ മധുരസുന്ദരമായി താങ്കളെ പ്രേമിക്കുക എന്ന ആ കഠിന ജോലിയും സ്വീകരിച്ച് നടക്കുന്നു. ഓ, കേശവൻ നായരുടെ മുഖം തെളിഞ്ഞു, കണ്ണുകൾ പ്രകാശിച്ചു. സന്തോഷത്താൽ അയാളുടെ ഹൃദയം ഫുട്ബോൾ പോലെ വീർത്ത് വാരിയെല്ലുകളെ തഴുകി. തങ്കം, പിന്നെ ഇതുവരെ ആ മധുര മനോഹര ന്യൂസ് എന്നോട് പറയാതിരുന്നതെന്ത്? പരിഭവവും വേദനയും കലർന്ന മട്ടിൽ സാറാമ്മ പറഞ്ഞു. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്നും പറഞ്ഞു മുഖം വീർപ്പിച്ച് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത മാതിരി ചുമ്മാ അങ്ങ് നടന്നാൽ ഞാൻ എന്തു ചെയ്യും? വേറെ കാര്യമായ വിശേഷമൊന്നുമില്ലല്ലോ? സാറാമ്മ പറഞ്ഞു. ഇല്ല, തീരെയില്ല, കേശവൻ നായർ ആജ്ഞാപിച്ചു. വരൂ. അയാൾ നടന്നു. പിറകെ സാറാമ്മയും. അവർ മുകളിൽ കയറി. കേശവൻ നായർ അകത്ത് കടന്ന് പെട്ടി തുറന്ന് പതുപ്പത്തിൻ്റെ 2 നോട്ടുകൾ തുടിക്കുന്ന ഹൃദയത്തോടെ എടുത്ത് ഒരു കവറിലാക്കി. ശ്രീമതി സാറാമ്മ അവർക്ക് എന്ന വിലാസവും എഴുതി സാറാമ്മയുടെ കയ്യിൽ വച്ചു കൊടുത്തു. സാറാമ്മ ചോദിച്ചു, പ്രേമലേഖനമാണോ? കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. പ്രേമലേഖനം. ഒന്ന് വിരളട്ടെ അവൾ. പക്ഷേ സാറാമ്മ വരണ്ട മട്ടൊന്നും കാണിച്ചില്ല. അവൾ കവറിൽ നിന്ന് നോട്ടുകൾ എടുത്തു. വലിയ ഒരു കച്ചവടക്കാരിയെ പോലെ വെളിച്ചത്ത് പിടിച്ച് ഗൗരവത്തോടെ പരിശോധിച്ചു. കള്ളനോട്ടൊന്നുമല്ലല്ലോ? കേശവൻ നായർ മിണ്ടിയില്ല. ശരി, അവൾ താക്കീത് നൽകി. മേലാൽ ഇങ്ങനെ താമസിപ്പിക്കരുത്. കൃത്യം 1-ാം തീയതി എൻ്റെ ശമ്പളം ഇവിടെ കിട്ടിയിരിക്കണം. കേശവൻ നായർക്ക് സാറാമ്മയെ കെട്ടിപ്പിടിച്ച് തെരുതെരെ 1,09,000 ഉമ്മ വയ്ക്കാൻ തോന്നി. അയാൾ ചുംബിക്കാനായി അടുത്തു. സാറാമ്മ പറഞ്ഞു, ഒരു 4 അടി അകന്ന് നിന്നാൽ മതി. എനിക്കൊന്ന് ചുംബിക്കണം. എന്നെയോ? അതെ, അത് കൊള്ളാം. ഈ ചുംബനകാര്യം നമ്മുടെ കരാറിലില്ലല്ലോ. കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. ഹമ്പാ, ഒരു കരാറ്. അത്തരത്തിൽ 5 മാസം പോയി. 100 രൂപ സാറാമ്മയിലേക്ക് കൈമാറി. അതവൾ എന്തു ചെയ്യുന്നുവെന്ന് അയാൾ തിരക്കിയില്ല. എങ്കിലും 3-ാമത്തെ മാസത്തിൽ സാറാമ്മ അറിയിച്ചു. അവൾക്ക് 1000 രൂപയുടെ ഒരു ഷോടതി കിട്ടി. കേശവൻ നായർ അവൾക്ക് കൊടുത്ത ശമ്പളം വകയിൽ 1 രൂപയുടെ ഭാഗ്യം. അതിലൊന്നും കേശവൻ നായർ അത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. ധനസംബന്ധമായ മുഷിപ്പൻ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയും? പ്രേമത്തിൻ്റെ നിലാവെളിച്ചത്തിലാണ് അയാൾ. വ്യക്തമായി ഒന്നും ഗ്രഹിക്കുകയില്ല. പ്രേമഭാജനം പറയുന്നത് വിശ്വസിക്കുക. ഒന്നും തന്നില്ലെങ്കിലും സാരമില്ല. ആജ്ഞാനുസരണം പ്രവർത്തിക്കുക. അവൾ ചൂണ്ടിയ വഴിയെ നടക്കുക. അതിൽ കൂടുതലായി അയാളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. അങ്ങനെ സാറാമ്മയുടെ അഭിപ്രായം അനുസരിച്ച് കേശവൻ നായർ വിദേശങ്ങൾ പല സ്ഥലങ്ങളിലും ജോലിക്ക് അപേക്ഷകൾ അയച്ചു. എന്തിന്? സാറാമ്മ പറഞ്ഞതുകൊണ്ട്. എന്നാൽ സാറാമ്മ പറയാത്തതും കേശവൻ നായർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സാറാമ്മയ്ക്ക് സുഖക്കേടായി കിടന്നപ്പോൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുക, പണം കൊടുത്ത് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് സാറാമ്മയ്ക്ക് കൊടുക്കുക, കുടിപ്പിക്കുക, ചിറ്റമ്മയും സാറാമ്മയുമായി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, സാറാമ്മയുടെ അപ്പച്ചനോടും പിതാക്കന്മാരുടെ കടമകളെപ്പറ്റി ചെറു പ്രസംഗങ്ങൾ നടത്തുക, അങ്ങനെ പലതും. പക്ഷേ ഒന്നിനും അവൾ നന്ദി പറയുകയോ കൃതജ്ഞത ഭാവിക്കുകയോ ചെയ്തില്ല. എങ്കിലും കേശവൻ നായർ അതൊക്കെ സഹിച്ചു.
അസഹനീയമായി തീർന്നത് ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എന്നുള്ള അവളുടെ വർത്തമാനങ്ങളുടെ സുന്ദര കുട്ടപ്പൻ തുടക്കമാണ്. അത് കേൾക്കുമ്പോൾ കേശവൻ നായർ വിളറും. സാറാമ്മ എന്തെങ്കിലും പറയാൻ ഭാവിക്കുമ്പോൾ അതിൽ കൂടിയാണോ തുടക്കം എന്നയാൾ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ ആശ്വാസസൂചകമായി നെടുവീർപ്പിടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പ്രേമത്തിന് വല്ല മാന്ദ്യവുമുണ്ടോ? ദിവസം കഴിയുന്തോറും അത് ഉശ്വരനായി തീക്ഷ്ണമായി മധുരസുന്ദരമായി വന്നു. എപ്പോഴും സാറാമ്മയെ കണ്ടുകൊണ്ടിരിക്കണം, അവളെ ആലിംഗനം ചെയ്യണം, അവളെ ചുംബിക്കണം. അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരതിരുമില്ല. പുരുഷനല്ലേ? സാറാമ്മയോ? അവൾ കേശവൻ നായരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിനുള്ള യാതൊരു ലക്ഷണവും കാണിച്ചിട്ടില്ല. വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നിനും അവൾ പിടികൊടുക്കുന്നില്ലല്ലോ. സ്ത്രീയല്ലേ? ആ ഘട്ടത്തിലാണ് വേർപാടിൻ്റെ സമയം വന്നു ചേർന്നത്. വിദേശത്ത് ഒരു കമ്പനിയിൽ കേശവൻ നായർക്ക് ജോലി കിട്ടി. നല്ല ഉയർന്ന ശമ്പളം. കേശവൻ നായർ സാറാമ്മയുടെ അഭിപ്രായപ്രകാരം ജോലി സ്വീകരിച്ചു. മറുപടി അയച്ചു. സാറാമ്മ പറഞ്ഞു, അങ്ങനെ എനിക്കും നല്ല ഉയർന്ന ശമ്പളം കിട്ടാൻ പോകുന്നു. അത്രയുള്ളൂ, വേറൊന്നും അവൾക്ക് പറയുവാനില്ല. എന്നാലും സാറാമ്മ ഓർമ്മപ്പെടുത്തി, 1-ാം തീയതി തോറും മണി ഓർഡർ അയച്ചേക്കണം. മേൽവിലാസം അറിയാമല്ലോ. കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. ഹൃദയകാഠിന്യമുള്ള പെണ്ണിനോട് എന്തു പറയാൻ? സാറാമ്മ ചോദിച്ചു. എന്നാണ് പോകുന്നത്? കേശവൻ നായർ പറഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് ചാർജ് എടുക്കണമല്ലോ. അതുകൊണ്ട് മറ്റന്നാൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ബാങ്കിലെ ജോലിയും രാജിവെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് പോയിക്കളയാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയില്ലേ? എന്തൊരു ചോദ്യമാണിത്? ഞാനിപ്പോഴും അങ്ങയുടെ പ്രേമഭാജനമാണോ? പിന്നല്ലാതെ. എനിക്ക് വേണ്ടി മരണം വരിക്കാൻ സന്നദ്ധനാണോ? അതെ, സത്യമായിട്ടും സത്യമായിട്ടും, സാറാമ്മ പറഞ്ഞു. ഇപ്പോൾ മരിച്ചു കാണിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞാൽ ജോലിക്ക് പോകാതിരിക്കുമോ? ജോലിക്ക് പോകാതിരിക്കുകയോ? അങ്ങനെയായാൽ ആകപ്പാടെ വിഷമിക്കും. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും. ഉണ്ണാനും ഉടുക്കാനും ആകെ വിഷമിക്കും. വഴിയാധാരമായി തെരുവ് വീതിയിലൂടെ അലയേണ്ടി വരും. കേശവൻ നായർ താടിക്ക് കൈയും കൊടുത്ത് നിലത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്തു ചെയ്യും? സാറാമ്മ എണീറ്റ് കോവണിപ്പടിയുടെ അടുത്തേക്ക് നടന്നു. കേശവൻ നായർ വ്യസനത്തോടെ വിളിച്ചു, സാറാമ്മേ, ഒന്ന് പറയാനുണ്ട്. അവൾ തിരിച്ചു വന്നു. പ്രേമത്തെപ്പറ്റി സുന്ദരമായതും പുതുതു വലുതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് മടുത്തു. ചപ്ലാച്ചി സാധനമാണ് പ്രേമം. കേശവൻ നായർ മിണ്ടിയില്ല. പരിശുദ്ധ പ്രേമം ചപ്ലാച്ചി സാധനം, അവൾ പറഞ്ഞു. പറയൂ, ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ ഒക്കുമോ? സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഇതാണോ പറയാൻ ഭാവിച്ചത്? അല്ല പിന്നെ. സാറാമ്മയും എൻ്റെ കൂടെ വരണം. എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. സാറാമ്മയ്ക്ക് ചിരി വന്നു. അവൾ ചോദിച്ചു, ഭയമാണോ? അല്ല, ഞാൻ സാറാമ്മയെ സ്നേഹി ഇത് 1,09 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? സാറാമ്മ ചോദിച്ചു. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് പറയാൻ വിഷമമില്ല. സ്നേഹം എന്താണെന്ന് കേശവൻ നായർക്ക് നന്നായി അറിയാം. പക്ഷേ പറയാൻ അയാൾക്ക് ശകലം ലജ്ജയുണ്ട്. സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി നീലാവെളിച്ചം പോലെയാണ്. മധുരസുന്ദര സുരഭിലമായ നീലാവെളിച്ചമാകുന്നു പ്രേമം. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം. സാറാമ്മ അത്ഭുതപ്പെട്ടു. അതാണല്ലോ സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പറയുന്നത്. മധുരസുന്ദര സുരഭിലമായതല്ല സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത്, വെറും സാധാരണ ഒഴുക്കൻ നിലാവെളിച്ചം. സന്തോഷം. കുറേ കഴിഞ്ഞ് കേശവൻ നായർ ചോദിച്ചു, സാറാമ്മ വരുമോ? വന്നിട്ട് എൻ്റെ ഭാര്യയായി ജീവിക്കണം. നാം 2 മതക്കാരല്ലേ? അതിനെന്ത്, നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമല്ലോ. സ്ത്രീധനമൊന്നും വേണ്ടേ? സാറാമ്മ മുഴുവനായി തന്നെ സ്ത്രീധനമായി അനുഗ്രഹിച്ച് എനിക്ക് തന്നാൽ മതി. സാറാമ്മ തന്നെ എൻ്റെ കുപ്പമാടത്തിലെ കെടാവിളക്ക്. സാറാമ്മ തന്നെ എൻ്റെ നിർത്തണേ. വേറെയുമുണ്ട് സംശയം. എന്താണ്, കേൾക്കട്ടെ? ഒരു കുസൃതി ചിരിയോടെ സാറാമ്മ പറഞ്ഞു. നമ്മൾ ശ്രീജിത്ത് കേശവൻ നായരും ശ്രീമതി സാറാമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റേയാൾ പോകുന്നത് ചർച്ചിലാണ്. 2 സമൂഹം. എപ്പോഴും നമ്മുടെ ഇടയിൽ ചർച്ചും അമ്പലവും. ന്യായമായ ചിന്ത, കേശവൻ നായർ പറഞ്ഞു. ഇതുപോലെ പലതും കാണും. നമ്മുടെ 2 പേരുടെയും ജീവിതം തന്നെ എടുക്ക്. ഞാൻ വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് സാറാമ്മ. ഇത്ര നാളായിട്ട് സാറാമ്മ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് സഹിച്ചിട്ടുള്ളത്. ചിറ്റമ്മയും അപ്പച്ചനും സ്നേഹത്തോടെയാണോ ഇതുവരെ പെരുമാറിയത്? ചിറ്റമ്മയുടെ ദ്രോഹബുദ്ധി, സമൂഹം, ചർച്ച്, ഓർത്തു നോക്കൂ. പ്രായമായ 2 സ്വതന്ത്ര ജീവികൾ. ലേശം വിദ്യാഭ്യാസവും ലേശം ബുദ്ധിയുമുണ്ട്. സമൂഹം നമ്മെ തീറ്റിപ്പോറ്റുകയില്ല. ക്ഷേത്രവും ചർച്ചും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളുടെ ഇടയിൽ മതിലുകൾ ഉണ്ടാകരുത്. ക്ഷമ, സഹാനുഭൂതി, കാരുണ്യം ഇവ മറക്കരുത്. തിരിഞ്ഞു. സാറാമ്മ ആലോചനയോട് പറഞ്ഞു. സംശയങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ് കേശവൻ നായർ തീർത്തു തരും. പറയൂ, കേൾക്കട്ടെ. പറയാൻ നാണം തോന്നുന്നു. നാണിച്ചു തന്നെ സുന്ദരമായി പറയൂ. സാറാമ്മ ചോദിച്ചു. നമുക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അവർ എന്ത് ജാതിയായിരിക്കും? ഹിന്ദുക്കളായിട്ട് വളർത്താൻ എനിക്കിഷ്ടമില്ല.
ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ എൻ്റെ ഭർത്താവിനും ഇഷ്ടം കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതി. കേശവൻ നായർ വിയർത്തുപോയി. അയാൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. പരമാർത്ഥമല്ലേ, കുഞ്ഞുങ്ങൾ എന്തു ജാതിയായിരിക്കും? കേശവൻ നായർ ചിന്തിച്ചു, ഗാഢമായി ചിന്തിച്ചു. തല പുകഞ്ഞു. ചെന്നികളുടെ ഞരമ്പുകൾ വീർത്തു പൊന്തി. നെറ്റി ഭയങ്കരമായി വിയർത്തു. പരിഹാരം കാണുന്നില്ല. ചിന്ത ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. വെളിച്ചം കാണുന്നില്ല. അങ്ങനെയിരിക്കെ മിന്നൽ പോലെ ഒരു തോന്നൽ. വെളിച്ചത്തിൻ്റെ ഒരു വാതിൽ തുറന്നു. മനോഹരമായ ഒരു ഉദ്യാനം കണ്ടതുപോലെ അയാൾ സാവേശം പ്രസ്താവിച്ചു. കണ്ടിരിക്കുന്നു. എന്ത്? പറയാം. കേശവൻ നായർ പറഞ്ഞു. നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട. അവരങ്ങനെ തന്നെ വളരട്ടെ. മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ, പാമ്പുകളെ പോലെ, ചീങ്കണ്ണികളെ പോലെ അല്ല. പിന്നെ പണിയുണ്ട്. പ്രായമായി വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എല്ലാ മതങ്ങളെ പറ്റിയും, പക്ഷപാതരാഹിത്യത്തോടുകൂടി. അങ്ങനെ 10-20 വയസ്സാകുമ്പോൾ എല്ലാ മതങ്ങളിലും വെച്ച് അവർക്ക് ഹൃദ്യമായത് സ്വീകരിക്കട്ടെ. സാറാമ്മ കേശവൻ നായരുടെ മുഖത്ത് നോക്കാതെ സന്തോഷത്തോടെ പറഞ്ഞു. ന്യായം. പേരോ? എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആണാന്നിരിക്കട്ടെ. ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? കേശവൻ നായർ വിഷമിച്ചു. വാസ്തവമാണ്, ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? ഹിന്ദുവിൻ്റെ പേരിടുക വയ്യ, ക്രിസ്ത്യാനിയുടെയും അതുപോലെ തന്നെ. തെല്ല് ആലോചിച്ചപ്പോൾ കേശവൻ നായർ വീണ്ടും ആവേശഭരിതനായി. നമുക്കുണ്ടല്ലോ, അയാൾ പറഞ്ഞു. മറ്റേതെങ്കിലും സമുദായത്തിലെ ജഗജില്ലൻ പേരിടാം. അപ്പോൾ ആ സമുദായക്കാരനാണ് എൻ്റെ തങ്കക്കുട്ടനെന്ന് ആളുകൾ വിചാരിക്കുകയില്ലേ? റൈറ്റ്. കേശവൻ നായർക്ക് ബോധ്യം വന്നു. മുസൽമാൻ്റെ പേരിട്ടാൽ ആളുകൾ വിചാരിക്കും മുസൽമാനാണെന്ന്. ഫാർസിയുടെയും അതുപോലെ തന്നെ. ചൈനക്കാരൻ്റെയും റഷ്യക്കാരൻ്റെയും എന്ന് വേണ്ട കുഴപ്പമാണത്. എന്ത് പേരിടും? ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം. പേരിൻ്റെ പിന്നിൽ വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. അങ്ങനത്തേത് എന്തുണ്ട്? കേശവൻ നായർ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാറാമ്മ ചോദിച്ചു. ഈ ചൈന പേരെങ്ങനെ ഇരിക്കും? കേശവൻ നായർ ഒരു സാമ്പിൾ ചൈന പേര് പറഞ്ഞു. ഡങ്ക് ഡിങ്കോഹോ. ഡങ്ക് ഡിങ്കോഹോ? സാറാമ്മ അവളുടെ പ്രഥമ സന്താനമായി വരാൻ പോകുന്ന തങ്കക്കുട്ടൻ്റെ പേര് വിളിച്ചു നോക്കി. എടാ മോനെ, ഡങ്ക് ഡിങ്കോഹോ, നീ എവിടെയാണെടാ? ഡങ്ക് ഡിങ്കോഹോ. സ്റ്റൈലുണ്ടോ? സാറാമ്മയ്ക്ക് പിടിച്ചില്ല. എൻ്റെ മകൻ ആ പേര് വേണ്ട. എന്നാൽ പിന്നെ റഷ്യനുണ്ട്, സ്കി എന്ന് ചേർത്താൽ മതി. സാറാമ്മ ചോദിച്ചു. എന്ത് സ്കി? എന്തെങ്കിലും. ചപ്ലോസ്കി വേണ്ട. എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലിൻ പേരുകൾ. കേശവൻ നായരുടെ ഭാവന പൊട്ടി തുറന്നുപോയി. അയാൾ ഓരോന്നായി പറഞ്ഞു. ഇന്ത്യ, പ്രേമലേഖനം, ചെറുകഥ, കൊടുങ്കാറ്റ്, സഹാറ, ആകാശം, നീലവെളിച്ചം, കരിമീൻ, സിംബോളിസം, അടയ്ക്കാമരം, മിഠായി, നാടകം, സമുദ്രം, ചെമ്മീൻ, കണ്ണൻ, വെള്ളിയാഴ്ച, കുൾട്ടാപ്പൻ, ഗദ്യകവിത, മാണിക്യക്കല്ല്, തീനാളം, മിസ്റ്റിസിസം, നക്ഷത്രം. നിർത്തണേ, ഞാൻ വിളിച്ചു നോക്കട്ടെ. എടാ മോനെ, ചെമ്മീൻ കണ്ണോ? അമ്മച്ചിയുടെ ചെമ്മീൻ കണ്ണോ? വേണ്ട. അവൾ വീണ്ടും വിളിച്ചു നോക്കി. എടാ മോനെ ഗദ്യകവിതേ, എടാ മോനെ ചെറുകഥേ, എടാ മോനെ നിലാവെളിച്ചമേ. അയാൾ പറഞ്ഞു. നമുക്ക് ഓരോന്നും എഴുതി നറുക്കിട്ട് 2 എണ്ണം എടുക്കാം. വഴക്ക് വേണ്ട. പോരെങ്കിൽ ഡബിൾ പേരാണ് സ്റ്റൈൽ. അത് സാറാമ്മയെ സമ്മതിച്ചു. അവർ ചെറിയ കടലാസ് തുണ്ടുകൾ പേരുകൾ എഴുതി ചുരുട്ടി കൂട്ടിക്കുഴിച്ച് ഒന്ന് സാറാമ്മയും വേറൊന്ന് കേശവൻ നായരും എടുത്തു. കേശവൻ നായർ കടലാസ് കഷ്ണം വിതർത്ത് പ്രഖ്യാപനം ചെയ്തു. മിഠായി. സാറാമ്മയും വിതർത്ത് നോക്കി പതുക്കെ പറഞ്ഞു. ആകാശം. ആ 2 പേരും മുഖത്തോട് മുഖം നോക്കി. സാറാമ്മ ധീരതയോടെ മകൻ്റെ പേര് വിളിച്ചു. മിഠായി ആകാശം. എടാ മോനെ മിഠായി ആകാശം. എടാ മോനെ മിഠായി ആകാശം. തെറ്റ്. കേശവൻ നായർ ശരിയായത് പറഞ്ഞു. തൻ്റെ തങ്കക്കൂട്ടനായ മകൻ്റെ പേര് ഗാംഭീര്യത്തോടെ വിളിച്ചു. ആകാശ മിഠായി. സാറാമ്മയ്ക്കും അത് നന്നേ ബോധിച്ചു. അവൾ വാത്സല്യത്തോടെ തങ്കക്കുട്ടൻ്റെ പേര് നീട്ടി വിളിച്ചു. ആകാശ മിഠായി. എടാ മോനെ ആകാശ മിഠായി, നീ എവിടെയാടാ ആകാശ മിഠായിയേ? ഗംഭീരനായിരിക്കുന്നു. കേശവൻ നായർ വിധി പറഞ്ഞു. മിസ്റ്റർ ആകാശമിഠായി, ശ്രീജിത്ത് ആകാശമിഠായി, സഖാവ് ആകാശമിഠായി. അപ്പോൾ സാറാമ്മയ്ക്ക് ഒരു ഭയങ്കര സംശയം. എൻ്റെ തങ്കക്കുട്ടൻ കമ്മ്യൂണിസ്റ്റാണോ? കേശവൻ നായർ ചിരിച്ചു. എടാ, അവനെ ആവട്ടെ, എന്ത് ഡുങ്കാസിലും ചേരട്ടെ, അവൻ്റെ ഇഷ്ടം, അല്ലാതെന്താ. എന്നാൽ എൻ്റെ മകൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എൻ്റെ മകൻ ഏത് പാർട്ടിയിലും ചേരാം. എൻ്റെ മകൻ, സാറാമ്മയുടെ മകൻ. കേശവൻ നായർക്ക് ദേഷ്യം വന്നു. സ്വാർത്ഥത. അയാൾ ഓർമ്മിപ്പിച്ചു. സാറാമ്മ ഇതുവരെ പറഞ്ഞതിൽ എല്ലാത്തിലും എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ എന്നാണ് സാറാമ്മ പറഞ്ഞത്. മനസ്സിലായോ? ഇത്രയ്ക്ക് സ്വാർത്ഥത കൊള്ളില്ല. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും എനിക്ക് ആകാശമിഠായിയുടെ മേൽ യാതൊരു അവകാശവുമില്ലെന്ന്. മേലിൽ നമ്മുടെ മകൻ എന്ന് പറയണം. മനസ്സിലായോടി? സാറാമ്മയ്ക്ക് ദേഷ്യം വന്നു. എടി എന്ന് ഓർമ്മിപ്പിച്ചത് നന്നായി. സാറാമ്മ ആ കഷായം കുടിച്ച് ഭാവം കാണിച്ചു. ഓ, ഞാൻ വെറുതെ അതേപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കേണ്ട. മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ? കേശവൻ നായരുടെ മുഖം വാടി. അയാൾ താഴ്മയോടെ ചോദിച്ചു. അപ്പോൾ സാറാമ്മ നേരത്തെ പറഞ്ഞതോ?
എന്തു പറഞ്ഞു? എൻ്റെ ഭാര്യയാകാമെന്ന്. ആയിട്ട്? ഓ, സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം. ആ വിനോദം അത് ജീവിതത്തിൻ്റെ എന്താണെന്നറിയാമോ? എനിക്കറിയണ്ട. തരക്കേടില്ല. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഭാവമില്ല. ഞാൻ എടിയാണ്, പ്രാണനാഥയാണ്, ഇഷ്ടദാസിയാണ്. പറയൂ സാറാമ്മേ, എന്താണ്? എന്ത് വിനോദം ജീവിതത്തിൻ്റെ? ആ, അങ്ങനെ മന്ദഹസിക്കുക. അവൾ എണീറ്റ് കോവണിപ്പടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. സൗരഭ്യം. വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു. കൊള്ളാമല്ലോ. വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു. സാറാമ്മേ, വെളുപ്പിന് ഈ സ്ഥലം വിടണം. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ കേശവൻ നായർ പറഞ്ഞു. സാറാമ്മയ്ക്ക് അവസാനമായി വല്ലതും പറയാനുണ്ടോ? സാറാമ്മ പറഞ്ഞു. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായി ചില ചോദ്യങ്ങൾ. കേശവൻ നായർ ആകെ തണുത്തു. സാറാമ്മ തുടർന്നു. ചോദ്യം 1. അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ശരി. രണ്ടാമത്തെ ചോദ്യം. ഹോട്ടൽക്കാരൻ്റെ കടങ്ങൾ തീർത്തു. മൂന്നാമത്തെ ചോദ്യം. വഴിച്ചെലവിന് പണമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഒരു ഉപചോദ്യം കൂടി. പണം എവിടെ നിന്നുണ്ടായി? എൻ്റെ റിസ്റ്റ് വാച്ചും സ്വർണ്ണ മോതിരവും വിറ്റ്. നല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും അദ്ദേഹത്തെ ഒരു കാരണവശാലും സ്മരിക്കാനിടയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് സാറാമ്മ കിലുകില ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഹൃദയം നൊന്ത് കേശവൻ നായർ വിളിച്ചു. സാറാമ്മേ. ആര് കേൾക്കാൻ? കാഠിന്യത്തിൻ്റെ പര്യായമാകുന്നു സ്ത്രീ. താനി ഡുക്കുടു ആകുന്നു സ്ത്രീ. കേശവൻ നായർ ജീവച്ഛവമായി അങ്ങനെയിരുന്നു. രാത്രി വന്നു. നിലാവ് ഉദിച്ചു പൊങ്ങി. എന്തിന്? കേശവൻ നായർ അങ്ങനെയിരുന്നു. ഒടുവിൽ അയാൾ എണീറ്റ് വിളക്ക് കൊളുത്തി. ടൈം പീസിൽ സമയം 11 മണിയായിരിക്കുന്നു. അയാൾ അലാറം 4 മണിക്ക് തിരിച്ചു വെച്ച് വാതിലുമടച്ച് കട്ടിലിൽ ചെന്ന് തളർന്നു കിടന്നു. ഒടുവിലത്തെ രാത്രി. വിശപ്പില്ല, ദാഹമില്ല. കേശവൻ നായർ കണ്ണു തുറന്നു കിടന്നു. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ല. എങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ക്രൂര മൃഗമാകുന്ന സ്ത്രീ. പുരുഷൻ എത്രയോ നല്ലവൻ. സ്ത്രീകളെ ഈശ്വരൻ എന്തിനാണാവോ സൃഷ്ടിച്ചത്? നല്ല ഉദ്ദേശത്തോടുകൂടി ഒന്നും ആയിരിക്കുകയില്ല. അയാൾക്ക് വീങ്ങിപ്പൊട്ടി കരയണമെന്ന് തോന്നി. അപ്പോൾ വെളിയിലൊരു ശബ്ദം, മൃദുലവും സംഗീതമയവും. ഉറങ്ങിപ്പോയോ? അവൾ കശ്മല, ക്രൂര, കഠിനത. കേശവൻ നായർ അനങ്ങിയില്ല. വീണ്ടും അതേ ശബ്ദം. തുറക്കൂ, ഞാനാണ്. കേശവൻ നായർ എണീറ്റ് വാതിൽ തുറന്നു. സാറാമ്മ മുറിയിലേക്ക് കയറി. കേശവൻ നായർ വാതിൽക്കൽ തന്നെ നിന്നു. സാറാമ്മ പതുക്കെ വിളിച്ചു. ഇനി വന്നേ, ഒന്ന് പറയട്ടെ. കേശവൻ നായർ തിരിച്ചു ചെന്ന് കട്ടിലിരുന്നു. സാറാമ്മ വാതിലിനടുത്ത് ചെന്ന് വെളിയിലേക്ക് നോക്കി. കുറേ സമയം നിന്നു. വിശേഷ ശബ്ദങ്ങളൊന്നുമില്ല. അവൾ വാതിലടച്ച ശേഷം ചെന്ന് കസേര കട്ടിലിലേക്ക് അടുപ്പിച്ചിട്ട് കൈമുട്ടുകൾ കട്ടിൽമേൽ ഊന്നി മുഖം കൈവെള്ളകളിൽ താങ്ങി അഴിഞ്ഞൊലിഞ്ഞ മുടിയോടെ ഇരുന്നു. കേശവൻ നായർക്ക് അവളെ ഉമ്മ വയ്ക്കാൻ ആഗ്രഹമുണ്ടായി. കഴുത്തിലും ചുണ്ടുകളിലും കണ്ണുകളിലും. എങ്കിലും ഹൃദയം കഠിനമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തലയിണയിലേക്ക് ചാഞ്ഞു. അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ ചോദിച്ചു, കരയുന്നതെന്തിന്? അയാൾ മിണ്ടിയില്ല. അവൾ എണീറ്റ് ചെന്ന് കട്ടിലിരുന്ന് കേശവൻ നായരുടെ മുഖത്തേക്ക് കുനിഞ്ഞ് അയാളുടെ ചുണ്ടുകളിലെ ഭയങ്കര മധുരമുള്ള ഒരു സുരഭില ചുംബനം വെച്ചു കൊടുത്തു. ടപ്പ്. എന്നെ വെറുത്തോ? അവൾ പതുക്കെ ചോദിച്ചു. ഉവ്. അയാൾ അവളെ താങ്ങിയെടുത്ത് മടിയിലേക്കിരുത്തി. അവളുടെ ഗന്ധം, ഖേദമെല്ലാം പോയി. എങ്കിലും കണ്ണീരൊഴുക്കിക്കൊണ്ട് അയാൾ മന്ദഹസിച്ചു. അവൾ പറഞ്ഞു, മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ. ഉപമകൾ വളരെ തോന്നും. വെളുപ്പിന് 4:30 മണിക്കുള്ള വണ്ടിക്ക് എൻ്റെ കൂടെ വരണം. എവിടെ? ഞാൻ പോകുന്നിടത്ത്. വന്നിട്ട്? ഞാൻ സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. വിനോദം ജീവിതത്തിൻ്റെ എന്താണെന്നറിയാമോ? അറിയാം. എൻ്റെ പ്രിയപ്പെട്ട എടിയുടെ ചുണ്ടുകൾക്കും മറ്റുമുള്ളത്. കളിയാക്കിക്കോളൂ. അവൾ ബോഡീസിനുള്ളിൽ നിന്ന് തടിച്ച ഒരു കവറെടുത്ത് കേശവൻ നായരുടെ കയ്യിൽ ഭക്തിയോടെ കൊടുത്തു. വണ്ടി ഇവിടെ നിന്ന് വിട്ടാലേ തുറന്നു നോക്കാവൂ. വളരെ ഈടുണ്ടല്ലോ, കേശവൻ നായർ ചോദിച്ചു. പ്രേമലേഖനമാണോ? അതെ, പ്രേമലേഖനം. സാറാമ്മ മന്ദഹസിച്ചു. ഇത് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയിട്ടേ തുറന്നു നോക്കൂ എന്ന് സത്യം ചെയ്യണം. അയാൾ പറഞ്ഞു. സത്യം പോരാ, ഭക്തിയും വിശ്വാസവുമുള്ള എന്നെ കൊണ്ടെങ്കിലും സത്യം ചെയ്യണം. കേശവൻ നായർ സാറാമ്മയെ നോക്കി സത്യം ചെയ്തു. എനിക്ക് ഭക്തിയും വിശ്വാസവും ദിവ്യപ്രേമവുമുള്ള എൻ്റെ സാറാമ്മയാണേ ഞാൻ ഇത് വണ്ടിയിൽ കയറിയിട്ടേ തുറന്നു നോക്കൂ. സാറാമ്മ എണീറ്റ് വാതിൽ തുറന്നു. വെളുപ്പിന് പോകുമ്പോൾ എന്നെ വിളിക്കണം. ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങൂ. അവൾ പോയി. കേശവൻ നായർ തനിച്ച്. അവളുടെ ഗന്ധം. ടൈം പീസ് അലാറം അടിച്ചു. കേശവൻ നായർ ഞെട്ടിയുണർന്നു. മണി കൃത്യം 4 അയാൾ എണീറ്റ് കാലും മുഖവും കഴുകി വന്ന് യാത്രയ്ക്കുള്ള വട്ടം കൂട്ടി. ഡ്രസ്സ് ചെയ്ത് കിടക്ക കെട്ടിവെച്ച് സാമാനങ്ങളൊക്കെ പെട്ടിയിലാക്കി. അതിനുശേഷം താഴ്ത്തിറങ്ങി റോഡിൽ ചെന്ന് ഒരു വണ്ടിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു. സാമാനങ്ങളൊക്കെയും വണ്ടിയിൽ കയറ്റി തിരിച്ചു ചെന്ന് സാറാമ്മയുടെ ജനലിലൂടെ ടോർച്ച് ലൈറ്റ് അടിച്ച് സാറാമ്മേ എന്ന് പതുക്കെ മന്ത്രിച്ചു. പക്ഷേ അനക്കമില്ല. അയാൾ വാതിൽ ഒന്ന് തള്ളി. അത് തുറന്നു പോയി. അയാൾ ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ല.
സാറാമ്മയുമില്ല, പെട്ടിയുമില്ല. എന്തൊരു കഥ! അവൾ എവിടെ പോയിരിക്കാം? വെളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു. കേശവൻ നായർ പതർന്ന ഹൃദയത്തോടെ അതെടുത്ത് തുറന്നു വായിച്ചു. പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയാൻ. സാറാമ്മ എഴുതുന്നത് എന്തെന്നാൽ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു ആണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. കേശവൻ നായർ എഴുത്തു മേശപ്പുറത്ത് തന്നെ വെച്ച് വാതിൽ ചാരി വെളിയിലേക്ക് ഇറങ്ങി. വണ്ടിയിൽ കയറി ശീഘ്രത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നിൽക്കുന്നു സാറാമ്മ മന്ദഹാസത്തോടെ മാദകത്തിടമ്പായി. അവൾ ചോദിച്ചു, ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ദിവ്യജ്ഞാനം, ആണിൻ്റെ സുന്ദരൻ ബുദ്ധി, ആണിൻ്റെ ക്നാപ്പി ബുദ്ധി. അല്ലാതെ എൻ്റെ മുറിയിൽ കയറി അപ്പച്ചനും ചിറ്റമ്മയ്ക്കുമുള്ള എൻ്റെ രഹസ്യ എഴുത്ത് മോഷ്ടിച്ച് വായിച്ചിട്ടല്ല. പറയാം പെണ്ണേ, ഒക്കെ പറയാം. അയാൾ 2 ടിക്കറ്റ് വാങ്ങി സാമാനങ്ങളുമായി 2 പേരും കൂടി വണ്ടിയിൽ കയറി. ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചൂളം വിളിയോടെ വണ്ടി നീങ്ങി. അവർ ഒന്നും പറയാതെ തൊട്ടിരുന്നു. വണ്ടി 3 സ്ഥലങ്ങളിൽ നിന്നു. ഒടുവിൽ അവർ തനിച്ചായി. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കേശവൻ നായർ ചായയ്ക്ക് ഓർഡർ ചെയ്തു. 2 പേർക്കും കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു. 2 പേർക്കും ചായ മതിയെന്ന് കേശവൻ നായർ പറഞ്ഞു. 2 പേർക്കും ദേഷ്യം വന്നു. ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചു. സൂര്യനും വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു. തങ്കം പോലൊഴുകുന്ന നദിക്ക് മീതെ കൂടി വണ്ടി സാവധാനം പോയിക്കൊണ്ടിരുന്നു. ചായയിലും കാപ്പിയിലുമുള്ള ഭയങ്കരൻ വഴക്കും മറന്ന് ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്തോടെ കേശവൻ നായർ സാറാമ്മയെ പതുക്കെ വിളിച്ചു. സൗരഭ്യമേ, തേനേ, തങ്കം. സാറാമ്മ അടുത്തിരുന്ന് ചോദിച്ചു, എന്താ ആകാശമിഠായിയുടെ അച്ചോ? പ്രിയ മധുര സുരഭില സുന്ദര നിലാവിളിച്ചമ്മേ. സാറാമ്മ കേശവൻ നായരെ നുള്ളി. കേശവൻ നായർ പറഞ്ഞു, ഇടിച്ച് ഞാൻ പള്ളഞ്ഞിരിക്കും. സാറാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പെണ്ണല്ലേ, കണ്ണീരിന് വല്ല പഞ്ഞവുമുണ്ടോ? ചുമ്മാ അവൾ കുടുകുടാ കരഞ്ഞു. അത് കണ്ടപ്പോൾ ആണായ കേശവൻ നായരുടെ ഹൃദയം അങ്ങ് നൊന്തു. അയാൾ അവളുടെ കണ്ണുകൾ ചുംബിച്ചു. വേണ്ട, സാറാമ്മ പറഞ്ഞു, എന്നെ തൊടരുത്. എന്താ കാരണം? ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എന്ത് പെരുമാറ്റം? സാറാമ്മ എന്ത് ത്യാഗം ചെയ്തു? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും ചിറ്റമ്മയും എല്ലാം ഉപേക്ഷിച്ചു. കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട്. അതിന് എനിക്ക് വേണ്ടി കാപ്പി കുടിക്കാൻ പോലും, എനിക്ക് വേണ്ടി ഒരു നുണുങ്ങ് ത്യാഗം ചെയ്യാൻ പോലും കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല. അയാൾ ലോകത്തിലുണ്ടായതും ഉള്ളതും ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാ പെണ്ണുങ്ങളെ പറ്റിയും ഓർത്തു. ഫുൾ ടൂഷുകൾ. എനിക്ക് വേണ്ടി ഒരു നുണുങ്ങ് ത്യാഗം പോലും ചെയ്യാൻ സാറാമ്മ തുടർന്നു. എന്നിട്ടിപ്പോൾ എന്നെ ഇടിച്ച് പള്ളഞ്ഞിരിക്കാൻ പോകുന്നു. ത്യാഗമയി, എടി ആകാശമിഠായിയുടെ തള്ളേ, എന്തോ? ഇന്ന് നമ്മൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് പരസ്യമായി ഫസ്റ്റ് ക്ലാസ് ഭാര്യയും ഭർത്താവുമായി തീരും. സമ്മതമാണോ? സാറാമ്മ മിണ്ടിയില്ല. കേശവൻ നായർ സാറാമ്മയുടെ തുടയിൽ വളരെ പതുക്കെ ഭയങ്കരമായി ഒരു നുള്ളിയിട്ട് വീണ്ടും ചോദിച്ചു, എടി സമ്മതമാണോ? അതേന്ന് പറഞ്ഞില്ലേ, മൗന സമ്മതം. നിനക്ക് 3 കാര്യത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വെറും ചിണുങ്ങാണ്ടി 3 കാര്യത്തിലോ? അതെ, ആഹാരം, വസ്ത്രം, വിശ്വാസം. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അടുക്കള ഉണ്ടായിരിക്കുമോ? ഒരൊറ്റ നുണുങ്ങ് അടുക്കള. 2 തരം ആഹാരം ഞാൻ പാകം ചെയ്യണം. ഒരൊറ്റ തരം. ആരുടെ ഇഷ്ടമനുസരിച്ച്? എൻ്റെ അടുക്കളക്കാരിയുടെ. അവൾ മന്ദഹസിച്ചു. അത് ന്യായം. ഞാൻ കാലത്തെ കാപ്പിയെ ഉണ്ടാക്കൂ. ഓ, അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ പോയി ചായ കുടിക്കും. ഞാൻ സമ്മതിക്കില്ല. കിട്ടുന്ന ശമ്പളം മുഴുവനായും എന്നെ ഏൽപ്പിക്കണം. പ്രിയപ്പെട്ട എടി, ഞാൻ ചായ എങ്ങനെ കുടിക്കും? ത്യജിക്കൂ. ഞാൻ എന്തെല്ലാം ത്യാഗം ചെയ്തവളാണ്. ഞാൻ സാറാമ്മയ്ക്ക് വേണ്ടി തലകുത്തി നിന്നതോ? ഓ, അത് വലിയ ത്യാഗമാണോ? പ്രേമത്തിന് വേണ്ടി മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിച്ചു പോയവരില്ലേ? ചീങ്കണ്ണിയുമായി യുദ്ധം ചെയ്തവരില്ലേ? പ്രിയപ്പെട്ട മായാമോഹിനി, എടി മധുര സുരഭില സുന്ദര നിലാ വെളിച്ചമേ, നിസാരം. ഞാൻ വേണമെങ്കിൽ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് 10 മഹാസാമ്രാജ്യങ്ങളും ഉപേക്ഷിക്കാം. 1000 ചീങ്കണ്ണികളുമായി യുദ്ധം ചെയ്യാം. പക്ഷേ പ്രേമഭാചനത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും തലകുത്തി നിൽക്കുക, ഇങ്ങനെ ആര് ചെയ്തിട്ടുണ്ടടി? ഇതിനെ വെല്ലുന്ന ഒരു മഹാത്യാഗം പ്രപഞ്ച ചരിത്രത്തിൽ കാണുമോ? കേശവൻ നായർ സാറാമ്മയുടെ മുമ്പിൽ തലകുത്തി നിന്നു. ഇതിനേക്കാൾ ഉശിരാഗ്രൻ ത്യാഗം ഏത് പെണ്ണെ? ആകാശമിഠായിയുടെ അച്ചോ. എന്താടി പെണ്ണെ, പറയാം. അവൾ കുനിഞ്ഞ് കേശവൻ നായരുടെ 2 പാദങ്ങളിലും ചുംബിച്ചു. കേശവൻ നായർ അവളെ എണീപ്പിച്ച് ആലിംഗനം ചെയ്തു. ഓടുന്ന തീവണ്ടി ആര് കാണാൻ? അവൾ കേശവൻ നായരുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അയാൾ ചോദിച്ചു, മധുര സുരഭില സുന്ദര നിലാവെളിച്ചം എന്താണ് തിരക്കുന്നത്? ഞാൻ തന്നിരുന്ന കവർ, പ്രേമലേഖനം. അയ്യോ, ഞാനത് വായിച്ചില്ല. കേശവൻ നായർ കവർ എടുത്തു പൊട്ടിച്ചു.
കടലാസുകൾ എടുത്ത് അത്ഭുത സ്പർദ്ധനായി നോക്കിക്കൊണ്ടിരുന്നു. നോട്ടുകളുടെ കശ. അയാൾ എണ്ണി. 1099 രൂപ നോട്ടുകൾ. ഇതിൽ നിന്നേ ഒരു വാച്ച് മോതിരം വാങ്ങിച്ച കേട്ടോ. കേശവൻ നായർക്ക് പണം കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും പ്രേമലേഖനം വായിക്കാനാണ് ഉത്കണ്ഠ. അയാൾ ചോദിച്ചു, മറ്റേതെവിടെ? മറ്റേത്? പ്രേമലേഖനം. വായിക്കാൻ തിടുക്കമാണോ? ചുമ്മാ നോക്കാനാടി തങ്കപ്പളുങ്കെ. എങ്കിൽ നോക്കിക്കോളൂ. അവൾ തെളിഞ്ഞ മന്ദസ്മിതത്തോടെ കേശവൻ നായരെ നോക്കി. കണ്ടേ, ഞാനാകുന്നു പ്രേമലേഖനം, യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. കേശവൻ നായർക്ക് നന്നെ പിടിച്ചു. നീയും ഞാനും സ്റ്റൈൽ. മറ്റവൻ എവിടെ? കാണിക്കൂ. അവൾ ബോഡീസിൻ്റെ അകത്തുനിന്ന് അനേക കാലത്തെ വിയർപ്പിൽ കുളിച്ച പുരാതനമായ ഒരു കടലാസ് എടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. അയാൾ അത് വിതിർത്ത് വെളിച്ചത്ത് പിടിച്ചു. മുമ്പെങ്ങോ കണ്ടിട്ടുള്ള അത്യനർഘമായ എഴുത്ത്. അയാൾ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ കൈയിട്ട് ചുംബിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. എഴി പെങ്കൊച്ചെ. തിരിഞ്ഞു. ബോധ്യമായി. ലേശം ചെവി കേൾക്കട്ടെ. കേൾപ്പിക്കില്ല. അവൾ അയാളെ മുറുകെ ആലിംഗനം ചെയ്തു. അയാളുടെ കഴുത്തിലും മറ്റും ചുംബിച്ചുകൊണ്ടിരുന്നു. തീവണ്ടി അത്യാഹ്ലാദകരമായ ഉഗ്രൻ ചൂളംവിളിയോടെ പായുകയാണ്. സാറാമ്മ അവളുടെ ബോഡീസിൽ നിന്നെടുത്ത കടലാസ് പണിപ്പെട്ട് കേശവൻ നായർ വായിച്ചു. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഫലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. മംഗളം, ശുഭം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കഥ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.